ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ സെറ്റിയൊക്കെ ഒരുപാട് അഴുക്കായി കിടക്കുന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ കവർ തുന്നിയിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ഭംഗിയായിട്ട് പെട്ടെന്ന് അലക്കിയൊക്കെ എടുക്കാൻ പറ്റും. ആ അഴുക്കാകുമ്പോൾ ആ കവർ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പഴയ സാരിയാണ്. പഴയ സാരി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്നളവ് നോക്കുക. അപ്പോൾ കുറച്ചൊന്ന് അരികെ മടക്കി തയ്ക്കാനുള്ള നീളം കൂടി ഇട്ടിട്ട് വേണം നോക്കാനായിട്ട്. അത്രയും നീളം കയറ്റിയിടുക. അതുപോലെ 2 പീസ് വെട്ടിയെടുക്കുക. ഇപ്പം ഞാനത് ഒരെണ്ണം തയ്ച്ചിട്ട് അതിൻ്റെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വലിച്ച് പിടിച്ച് വേണം അളവെടുക്കാനായിട്ട്. എലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അളവ് ഇങ്ങനെ വലിച്ച് പിടിക്കണം. കാരണം നമ്മൾ വലിഞ്ഞ് ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ ലൂസാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടുമ്പോഴേക്കും അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും താഴേക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ പിടിച്ചാണ് അളവെടുത്തത്. അപ്പോൾ ഈ ഒരു എൽ ഷേപ്പിൽ ഒരു ചെറിയ സൈഡിൻ്റെയും വലിയ സൈഡിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതിയാകും ചുറ്റുമുള്ളതിന്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ആ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് പിടിച്ച് അളന്നെടുത്തിട്ട് എൽ ഷേപ്പിൽ അളന്നെടുത്തിട്ട് ഒരു എൽ ഷേപ്പും കൂടി ആകുമ്പോൾ ഫുൾ സെറ്റ് ആയില്ലേ. അപ്പോൾ ഇരട്ടിയായിട്ട് എടുക്കുക. എന്നിട്ട് ഈ തയ്ച്ച ആ തുണിയുടെ സാരിയുടെ 2 കഷ്ണം എടുക്കുക. ഒരേ അളവിൽ ഒരു കഷ്ണം ഇപ്പം ഞാൻ തയ്ച്ചവിടെ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഞാൻ തയ്ച്ചിട്ട് ഇത് ചുറ്റും ഇങ്ങനെ അടിച്ച് കൂട്ടിക്കളഞ്ഞിട്ടില്ല, കണ്ട? ഇതിൽ കൂടി ഇങ്ങനെ കയറ്റാൻ പറ്റിയ രീതിയിൽ എല്ലാ മൂലയും നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടേക്കണത് ഞാൻ. എല്ലാ മൂലയും കൂടിയും ഇങ്ങനെ, അതായത് ഒറ്റ ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോന്നെ. അതായത് എലാസ്റ്റിക് വെറുതെ ചുമ്മാ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ തുന്നി വെക്കണത് എലാസ്റ്റിക്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ അങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇപ്പം മറ്റേത് ഞാൻ നേരത്തെ തയ്ച്ച് ആദ്യം കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ആ സെറ്റ് പുറത്തേക്ക് എടുക്കണം കേട്ടോ. പുറത്തേക്ക് എടുത്താലേ ഇടാൻ പറ്റുള്ളൂ. പുറത്തേക്ക് എടുത്തിട്ട് അതിലിങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. വളരെ നല്ല ഏർപ്പാടാണ് കേട്ടോ, വളരെ ഈസിയാണ്. കണ്ട, ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം അകത്തേക്ക്. കണ്ട, ഇത് പോരൂല. കണ്ട, ഇതുപോലെ ഇങ്ങനെ വലിയ കിട. പിന്നെ ഈ മുകളിൽ ഒരു ഇത്തിരി കൂടുതൽ തുണി ആവശ്യം ഉണ്ടാകും, താഴത്തെ അത്രയും ആവശ്യം ഉണ്ടാവില്ല. സാരിയുടെ മുഴുവൻ ഭാഗവും മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുക സെറ്റിയുടെ. അപ്പം അതുകൊണ്ട് മുകളിൽ അതിനേലും കുറച്ചും കൂടി ഇങ്ങനെ തുണി കുറവ് മതിയാവും. അത് രണ്ടും ഒരുപോലെ എടുത്തതിന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഇത്തിരി കൂടുതൽ തുണിയുണ്ടാവും. കാരണം സാരി നമ്മൾ ഒന്നും ചെയ്യണില്ല. സാരി കറക്റ്റായിട്ട് അളവെടുത്തിട്ട് 2 പീസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കണേണത്. ബാക്കി ഒരൊറ്റ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണേണത്. അപ്പോൾ വളരെ ഈസിയാണ് ഈ സാരി വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവിടെ സെറ്റ് ഇത്തിരി പഴകിയിട്ടുണ്ടേ. അപ്പോൾ ഇതുപോലെ 2 കവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയർ ബാക്ക് പുറകിലിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് ഊർന്നൊക്കെ വീണ കണ്ടിട്ടില്ലേ. ഉണ്ടായിട്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടിരിക്കണില്ലേ. അപ്പം നമുക്ക് ഒത്തിരി കാണാൻ ഭംഗിയുള്ള ഒരു സാരിയൊക്കെ ആണെങ്കിൽ ഇത് അത്ര ഭംഗിയൊന്നുമില്ല ഈ സാരി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാരി കൊണ്ടങ്ങനെ തയ്ച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കീറിയ സാരി ഒന്നും എടുക്കരുത് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ കീറിപ്പോകും, അല്ലെങ്കിൽ ചാടയൊക്കെ ചെയ്താൽ പിള്ളേർ. അപ്പം ഇത് ഇഷ്ടമായില്ലേ? നല്ലൊരു ഐഡിയ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ അടുത്തത് വേറെ ഒരു ചെറിയൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. എല്ലാവരും ചോദിച്ചു എൻ്റെ പേഴ്സിൻ്റെ അകത്ത് എന്ത് പൂവ്, ആ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കണത്, പേഴ്സിലേക്ക് വെച്ച പൂവ് ഇത് കണ്ട, ഈ പൂവൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള പൂവാണത്. അപ്പോൾ അതിൻ്റെ 2 ടൈപ്പ്. ഇത് ഇന്നിപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ വെള്ള പൂവ് എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാനോർത്ത് ഇത് ഒന്ന് ഇട്ടേക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇത് ഞാൻ ആ സാറ്റിൻ തുണി വെച്ച പേഴ്സ് വെച്ചിട്ട് നെറ്റിൻ്റെ പൂക്കളാണ് അതിൽ തുന്നി, അകത്തും സാറ്റിൻ തുണിയാണ്. അപ്പോൾ അത് സാറ്റിൻ തുണിയുടെ പേഴ്സ് അകത്തും പുറത്തും വിട്ടിട്ട് അത് തുന്നി ഈ നെറ്റിൻ്റെ ഇത് വേണ്ട പൊളിച്ചെടുക്കുക. അത് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇതുപോലത്തെ കുറേ പൂക്കൾ ഞാൻ ഇരുന്നിട്ട് ഉണ്ടാക്കി. ഇത് വേണ്ട ഇങ്ങനെ ഉണ്ടാക്കണത് ഒരു റൗണ്ട് നെറ്റ്. കുറേ നെറ്റ് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് വെട്ടിയെടുക്കുമ്പോൾ കുറേ റൗണ്ട് നെറ്റ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും വെറുതെ ഒന്ന് പൊടി അങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. വെറുതെ ചുമ്മാ ഇങ്ങനെ കോർത്തെടുക്കുക. ഇടയ്ക്ക് കെട്ട് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ലൂസായിട്ട് നിങ്ങളുടെ അറ്റം വരെ വന്നം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ തയ്ച്ചെടുത്ത് അപ്പോൾ ഒരു സഞ്ചി പോലെ ആയില്ലേ, ഇങ്ങനെ ഒരു ഇതുപോലെ ആയില്ലേ. എല്ലാ അറ്റവും കൂടി അങ്ങോട്ട് ചേർന്ന് വന്ന് അതങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണേ. ടൈറ്റ് ചെയ്തിട്ട് ആ പൂവിൻ്റെ ആ കറക്റ്റായിട്ട് അതിനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, തീർന്ന്. എന്നിട്ട് അതിൻ്റെ നടുക്കുകൂടി അങ്ങോട്ട് ഈ സൂചി അതിൻ്റെ തയ്ച്ച തുമ്പില്ലേ അതിൻ്റെ കൂടി അങ്ങോട്ട് മുകളിലേക്ക് കുത്തിപ്പൊക്കുക. നല്ലതായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് ഒന്നെടുത്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ നടുക്കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പൊടിമുത്ത് ആ പൂവിൻ്റെ അളവിനനുസരിച്ച്. ഇപ്പോൾ വലിയ പൂവാണെങ്കിൽ ഇത്തിരി കൂടി വലിയ മുത്ത് വേണം. ഇതിപ്പോൾ ചെറിയ പൂവായതുകൊണ്ട് ഞാൻ ചെറിയൊരു മുത്ത വെക്കണം.
അപ്പോൾ ആ മുത്തും കൂടി അങ്ങോട്ട് വെച്ചിട്ട് താഴെ തുന്നി അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. എനിക്ക് എപ്പോഴും എനിക്ക് മടിയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ തയ്ക്കുന്ന കാര്യം ക്ഷമയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. വലുതൊക്കെ കളയാൻ കണ്ണടച്ച് കളയും, അതൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ പൂവ്, ഈ പേഴ്സിൽ ഇതൊക്കെ ഞാൻ വെൽവെറ്റിൻ്റെ പല കളറുള്ള വെൽവെറ്റിൻ്റെ കഷ്ണ തുണിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പൂവാണ്. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ. ഒരു പേഴ്സൊക്കെ തയ്ച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കാം. എല്ലാവരും ചോദിക്കും പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. കണ്ട, ഇതുപോലെ ഒരു തുണി എടുക്കുക. ഇത്ര നീളമൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം പകുതി നീളത്തിലുള്ള തുണിയായാലും മതി. ഇപ്പം നീളം കൂടിയാണ് ഞാൻ എടുത്തത്, ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് വെറുതെ ഇങ്ങനെ തുന്നുക അതിലേക്ക്. ഇതും ഇടക്ക് കെട്ടൊന്നും പാടില്ല. അത് മറിച്ചൊന്നും എടുക്കണ്ട കേട്ടോ, മറിച്ചൊന്നും എടുക്കണ്ട. ആ തുന്നലിൻ്റെ അവിടെ തന്നെ നിൽക്കും, അത് ഉള്ളിലേക്ക് പൊയ്ക്കോളും, ഒന്നും ചെയ്യണ്ട. ഇത് കണ്ട, അപ്പോൾ എൻ്റെ തുണിയുടെ അറ്റത്ത് കുറേ കൂടെ പോലെ നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ എനിക്കില്ലേ, ഞാൻ ഒരുപാട് ലേറ്റായി ഇത് ഷൂട്ട് ചെയ്തപ്പോഴേക്കേ. ഇപ്പോൾ എത്ര മണിയായെന്നറിയാമോ? ഞാനൊരു 10:30 മണിക്കൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഇതൊന്നും എങ്ങനെയും കഴിഞ്ഞ് പിന്നെ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിയണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് ചെയ്യാൻ നിന്നില്ല. ഒന്ന് നിങ്ങൾക്കൊരു ഐഡിയ തരിക, പിന്നെ നിങ്ങൾ അതിൻ്റെ ഭംഗിക്കൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ ആ രണ്ടറ്റവും കൂട്ടിപ്പിടിച്ച് തുന്നുക, രണ്ടെൻറ്റും. അത് നല്ല വലിച്ച് പിടിക്കണം കേട്ടോ, വലിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ഫ്രില്ല് പോലെ ആക്കിയിട്ടും വേണം അതിനെ കെട്ടാനായിട്ട്. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ നടുഭാഗത്ത് വേണമെങ്കിൽ തുന്നി കൊടുക്കാം കേട്ടോ. കൂടുതൽ ഗ്യാപ്പ് നടുഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് തുന്നി കൂട്ടിയാൽ നല്ലതാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഫാബ്രിക് ഗ്ലൂ കൊണ്ടിട്ട് ആ ഒരു എല്ലാത്തിലും ഞാൻ അങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചേക്കണത്. തുന്നിയൊന്നും പിടിപ്പിക്കാറില്ല, അത് പോകില്ല, ഫാബ്രിക് ഗ്ലൂ പോകില്ല പെട്ടെന്ന്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് 24 മണിക്കൂർ അത് ഉണങ്ങണമെന്നേ ഉള്ളൂ, ഉണങ്ങിയില്ലെങ്കിൽ വിട്ടുപോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. താങ്ക്